ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രാധിക അവിടെ ഇട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ് ഗീതു. ഈ സമയം എൻ്റെ അമ്മയെ നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പം അതെ ഞാനത് മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി. സ്വന്തം കുടുംബത്തിന് വേണ്ടി ഇത്രയ്ക്ക് ത്യാഗം ചെയ്യാൻ അമ്മയ്ക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എന്തായാലും മറ്റുള്ളവർക്ക് വേണ്ടി ഇതുപോലെ ത്യാഗം ചെയ്യുന്ന രണ്ട് പേരെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ. ഒന്ന് മഹാത്മാഗാന്ധിയും ഒന്ന് മദർ തെരേസയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു കിടന്ന് തകർക്കും കേട്ടോ. എത്രത്തോളം ത്യാഗിക്കാനുള്ളൊരു മനസ്സ് അമ്മയ്ക്ക് എവിടുന്ന് കിട്ടി എന്നൊക്കെ ഗീതു ചോദിക്കുമ്പോൾ അതിഥി ദേവോഭാവ എന്നാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രാധിക പറയുമ്പോൾ അതെ എന്ന് ഗീതുവും പറഞ്ഞു. ഈ വിശാലമായ മനസ്സിന് മുന്നിലേ ഞാൻ നമിക്കുന്നു എന്നും പറഞ്ഞ് ഗീത ഉടക്കണമെന്ന് നന്നായിട്ടങ്ങ് ആടുന്നുണ്ട്. ഈ തള്ളയുടെ ഈ കള്ളക്കളികളെല്ലാം അങ്ങ് പൊളിക്കാനായിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ പോയി രാധിക ഇങ്ങനെ ഇരിക്കുമ്പം അമ്മ എന്തിനാ ഇത്രയും വലിയൊരു കോംപ്രമൈസിന് തയ്യാറായതെന്ന് വരുൺ വന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നതെന്ന് മകനോട് അമ്മ ചോദിക്കുക. എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ ഞാനതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. നമ്മുടെ തലയ്ക്ക് മീതെ ഏതു നിമിഷവും പൊട്ടി വീഴാവുന്ന ഒരു വാൾ വെച്ചിട്ടല്ലേ അവളുടെ കളിയെന്നും രാധിക ചോദിക്കാം. അത് തലയിൽ വീണ് ചാവാതിരിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ അവൾ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അന്ന് നമ്മളും കിഷോറും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഡീലുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു കാരണം അന്ന് നമ്മൾ സംസാരിച്ച ആ ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ മുഴുവനും ഇന്ന് അവളുടെ കയ്യിലാണുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വരുണൻ ഞെട്ടി. വരുൺ പറഞ്ഞ കാര്യങ്ങൾ ആരും അറിയരുതല്ലോ. അപ്പോൾ അത് ഗോവിന്ദൻ്റെ മുന്നിൽ എത്തിച്ച എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ എനിക്കറിയാം. അവളോട് ആ സമയത്തുണ്ടായ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞു പോയതാണെന്നും നീ പറഞ്ഞാൽ ഗീതുവിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാമെന്നും 2 ഡയലോഗ് അടിച്ചു കഴിഞ്ഞാലേ ഗോവിന്ദ് എന്നോട് ക്ഷമിക്കും. പക്ഷെ അതുപോലെയല്ല നിൻ്റെ കാര്യം. പിന്നെ ഒരിക്കലും നിന്നോടവൻ ക്ഷമിച്ചെന്ന് വരില്ല. അപ്പോൾ നീ എന്താ ശരിക്കും അവളോടന്ന് പറഞ്ഞെന്ന് ചോദിച്ചപ്പം അന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞമ്മേ, പക്ഷെ എന്താന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ലെന്ന് പറഞ്ഞു. ആ വീഡിയോയുടെ ഫുൾ വേർഷൻ എനിക്ക് വേണമെന്ന് നമ്മുടെ രാധിക പറഞ്ഞപ്പം വരുൺ ഞെട്ടി. അമ്മയ്ക്ക് എന്തിനിപ്പോൾ അത് എന്ന് മകൻ ചോദിക്കുമ്പോൾ നീയും സുവർണയും പറഞ്ഞത് എന്താണെന്നൊക്കെ എനിക്ക് അറിയണ്ടേന്ന് ചോദിച്ചു. പിന്നെ അതെനിക്ക് അയച്ചു തരാൻ ഗീതുവിനോട് തന്നെ പറയാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതിനു വേണ്ടി അവളുടെ മുന്നിൽ പോയി കെഞ്ചാനോ? അമ്മയ്ക്ക് ഒരു പണിയൊന്നുമില്ലെന്ന് ചോദിച്ചു വരുൺ. ഇല്ല, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ ഈ പ്രായത്തിൽ ജീവിക്കാൻ വേറെ പണിയൊന്നും അറിയില്ല. ഇത്രയും കാലം മഹാറാണിയായിട്ട് ജീവിച്ചിട്ടേ ഇനി നിനക്കൊക്കെ വേണ്ടി പിച്ചക്കാരിയായിട്ട് മാറാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നമ്മുടെ രാധിക മകൻ്റെ മുഖത്തൊക്കി പറഞ്ഞു. ആ വീഡിയോയിൽ നീ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നറിഞ്ഞിട്ട് വേണം എനിക്ക് അപകടമില്ലാത്ത രീതിയിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനെന്ന് നമ്മുടെ രാധിക മകനോട് പറഞ്ഞു. ലാസ്റ്റ് മകനിട്ട് തന്നെ പണി കൊടുക്കുക. അപ്പോൾ ഇനി അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി അമ്മേനെ തേക്കുവാങ്ങാനും ചെയ്യുമെന്ന് മകൻ ചോദിച്ചപ്പം നിനക്ക് സ്വന്തമായി ചിന്തിക്കാനും അല്ലെങ്കിൽ തീരുമാനം എടുക്കാനൊക്കെയുള്ള ആ ഒരു ഇതില്ലേ, പിന്നെന്തിനാ നീ എൻ്റെ തണലിൽ ഇങ്ങനെ നിൽക്കുന്നേ? സ്വയം രക്ഷിക്കാനും നിലനിൽക്കാനും നീ പഠിക്കാൻ പറഞ്ഞുകൊണ്ട് മകനെ അമ്മ ഉപദേശിക്കുക. ഒരു മകനെന്ന നിലയിൽ എനിക്കൊരു സഹായം. നിന്നെ ഞാൻ മകനായി കണ്ടതുകൊണ്ടാണ് ഇത്രയും കാലം നിനക്ക് വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും ഇനി ഇവിടെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഈ തള്ളേനെ കൊണ്ടൊന്നും എനിക്കൊരു ഗുണവുമില്ല. പക്ഷേ രേഖയെ കയ്യിലെടുക്കണം. രേഖയെ കയ്യിലെടുത്താൽ മാത്രമേ എനിക്കിനി ഈ വീട്ടിൽ നിലനിൽപ്പുള്ളൂ എന്ന് വരുൺ തിരിച്ചറിയുന്നു. ആ സമയത്ത് അവിടെ നിന്നതേ രാധിക മമ്മി എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന വിളിക്കുക. അപ്പോൾ എന്താടി കിടന്ന് പോകുന്നതെന്ന് ചോദിച്ച് രാധിക ചെന്നു. അല്ല, രാധിക മാമിയുടെ ലഗേജുകളൊക്കെ എടുത്തോ എന്നും പറഞ്ഞ് അങ്ങനെ പറയുന്നു. അപ്പോൾ ഇങ്ങനെ അമ്മയും മോനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. വേഗം തന്നെ നമ്മുടെ കാഞ്ചന അകത്തേക്ക് കയറുന്നു. അകത്ത് കയറി സാധനങ്ങളെല്ലാം എടുക്കാൻ കൂടി. പിന്നെ രാധികയുടെ സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രേഖയും അതുപോലെ തന്നെ നമ്മുടെ രഞ്ജുവും കൂടി ലഗേജുമായി അകത്തേക്ക് കയറി വരുന്നു. അങ്ങനെ ഇവർ വരുന്നത് കണ്ട് രാധിക ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് രേഖയുടെ കയ്യിൽ നിന്നും ആ ഒരു കവർ, അതായത് വലിയ പെട്ടിയായിരുന്നു, അതൊക്കെ പിടിച്ചങ്ങ് മേടിച്ച് നമ്മുടെ വരുൺ. നീ എന്തിനാ രേഖ ഈ ഭാരമൊക്കെ ചുമക്കുന്നത്? എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ എടുക്കില്ലായിരുന്നോ എന്ന് വരുൺ ഇങ്ങനെ ചോദിക്കുക.
ഇത് രഞ്ജുവിൻ്റെ മുറിയിലുണ്ടായിരുന്ന ലഗേജ് ആണെന്ന് രേഖ പറഞ്ഞപ്പം ആരുടെ ആണെങ്കിൽ എന്താ, നീ കഷ്ടപ്പെടണോ? ഞാനിവിടെ ഉള്ളപ്പോൾ നീ ബുദ്ധിമുട്ടാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ആ സമയത്ത് താ ഇങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് പിടിച്ച് വലിക്കാം. അപ്പം ഇതൊന്നും വരുണേട്ടൻ എടുക്കണ്ട, ഞാൻ എടുത്ത റൂമിൽ വെച്ചോളാവുന്ന രേഖ. പിന്നെ 2 പേരും കൂടെ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായി. ആ സമയം വരുൺ മോനെ ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ലഗേജ് എടുത്തോ, ഇതിന് നല്ല വെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് രാധികയുടെ വലിയൊരു ബാഗ് എടുത്ത് മകൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കും നമ്മുടെ കാഞ്ചന. അപ്പം നിന്നെ സഹായിക്കാനല്ല, എൻ്റെ ഭാര്യയെ ഹെൽപ്പ് ചെയ്യാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ ലഗേജ് നീ തന്നെ കൊണ്ടുപോയി വെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ പറയുമ്പോൾ രാധിക ഒന്നും മിണ്ടുന്നില്ലേ. രാധിക ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ലഗേജ് കൊണ്ടുപോകാനുള്ള ആ ഒരു ഇതൊന്നും അല്ല മാമ, അന്ത റൂമിൽ ആവിയെ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞപ്പം എത്ര വലിയ ആവിയാണെങ്കിലും നിന്നെ കാണും ഓടിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ. പക്ഷെ അന്ത റൂമിൽ താമസിക്കേണ്ടത് ഗോതമ്പ് മാമിയല്ലേ. ഗോവിന്ദ മാമൻ്റെ അച്ഛനാവിയും അമ്മ ആവിയും എന്ന് പറയുമ്പോൾ കാഞ്ചന എന്ന് പറഞ്ഞിട്ടൊരു വിളി കണ്ടോ. അത് പറഞ്ഞപ്പോഴേ മാമിക്ക് ഭയം കയറി. ഗോവിന്ദേട്ടൻ്റെ അച്ഛനെ രാധികാമ്മ പേടിച്ചില്ലെങ്കിലും അമ്മയും നന്നായി പേടിക്കണമെന്നും അവർ വിശ്വരൂപം എടുത്ത് വന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ തുറച്ച് നോക്കുവട്ടെ രഞ്ജുവിനെ രാധിക. അന്ന് ആ അമ്മ വന്ന ആ മുറ്റത്ത് നിന്നതെല്ലാം ഇങ്ങനെ ആലോചിക്കുക. ഒരു നിമിഷത്തേക്ക് ഈ പുള്ളിക്കാരുടെ മുഖവും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം അമ്മ എന്തിനാ ഇത്രത്തോളം പേടിക്കുന്നത് എന്ന് രേഖ ചോദിച്ചു. ഉത്തരവുണ്ടോ വല്ലതും പറയാനായിട്ട്? അങ്ങനെ നിൽക്കുമ്പം ആദ്യത്തെ പൊണ്ടാട്ടിക്ക് രണ്ടാമത്തെ പൊണ്ടാട്ടി മേൽ ரொம்ப കോപം ഇരിക്കും. ആദ്യ ഭാര്യ ഭയങ്കരമായി കഷ്ടപ്പെട്ടായിരിക്കും പെരിയ മാമാവെ കല്യാണം കഴിച്ച് കൂടെ താമസിച്ച് മര്യാദക്കാരനാക്കി എടുത്തത്. മര്യാദക്കാരനെ തട്ടിയെടുത്ത് രണ്ടാമത്തെ പൊണ്ടാട്ടിക്കിട്ട് അവിടെ ആവിക്ക് പകയുണ്ടാവും സ്വാഭാവികം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കാഞ്ചന പറയുന്നത് കേട്ടപ്പം എനിക്കാരെയും പേടിയില്ല, എന്തു വന്നാലും നേടാനും ജയിക്കാനും എനിക്കറിയാം. വരണേ, അവരുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിക്കുക, ഭൂതത്തെയും പ്രേതത്തെയൊക്കെ പേടിയുള്ളവർ എൻ്റെ കൂടെ വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക തുള്ളിച്ചാടി അവിടെ നിന്ന് പോകുന്നു. രാധികയ്ക്കിട്ട് പണി കൊടുത്തതിൻ്റെ സന്തോഷത്തിൽ നമ്മുടെ രഞ്ജു ഇങ്ങനെ നിൽക്കുക. പിന്നെ അവിടെ ഒരു നെട്ടോട്ടമായിരുന്നു. ഗീതുവും ഗോവിന്ദനും നോക്കി നിൽക്കുമ്പോൾ അമ്മ ആവിയുള്ള മുറിയിലേക്ക് ഓടുന്നു. പുറകെ മകനും കാഞ്ചനയും കൂടി ഇങ്ങനെ പോകണം. അപ്പം കണ്ടോ അമ്മയുടെ ഒരിത്. അത് തന്നെ ഞാൻ പറയുന്നത്. രഞ്ജുവിനൊരു രോഗമുണ്ടെന്ന് അറിഞ്ഞപ്പം സ്വന്തം മുറി ഉപേക്ഷിക്കാൻ വരെ രാധികാമ്മ തയ്യാറായി. അതാണ് ത്യാഗമെന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പം ശരിയാ, ഈ ത്യാഗത്തിന് നോബൽ സമ്മാനമെങ്കിലും കെട്ടേണ്ടാണെന്ന് പറഞ്ഞപ്പം നീ സമ്മാനമൊന്നും കൊടുക്കണ്ട, അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു ഗോവിന്ദൻ. അയ്യോ ഞാൻ എപ്പോഴും അംഗീകരിച്ചല്ലോ എന്ന് ഗീതു. സത്യം പറഞ്ഞാൽ നീ നേരത്തെ പറഞ്ഞില്ലേ, അന്നേരം എനിക്ക് അമ്മയുടെ ത്യാഗത്തിൻ്റെ ആഴം മനസ്സിലായില്ല. നീ പരിഹസിച്ചതാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പം ആ ലഗേജുമായിട്ട് പോകുന്നത് കണ്ടപ്പോഴേ അമ്മയുടെ വിശാല മനസ്സിനെ ഞാൻ നമിച്ചു പോവുകയാണെന്ന് ഗോവിന്ദൻ പറഞ്ഞേ. വെറുതെ നമിക്കൊന്നും വേണ്ട, രഞ്ജുവിനെ രാധികാമ്മയുടെ മുറിയിൽ താമസിപ്പിക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് ഇളക്കി വിട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. കണ്ണേട്ടൻ്റെ അടുത്തേ സെൻറ്റിമെൻറ്റ്സ് അടിക്കാൻ കിട്ടുന്ന അവസരമാണെന്ന് കരുതി അവരതേ കയറി അങ്ങ് പിടിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ നോക്കും. അപ്പോൾ ഗീതു ഉള്ള കാര്യമെല്ലാം പറഞ്ഞു. എന്തായാലും നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ഇവിടെ നടക്കുന്നതും ഇവിടെ പറയുന്നതും ഇവിടെ ചെയ്യുന്നതും എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്, കണ്ണേട്ടന് മാത്രം ഒന്നും മനസ്സിലാകാത്തതെന്ന് പറഞ്ഞ് ഗീതു അങ്ങ് പോയി. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ അവിടെ അങ്ങനെ നിൽക്കുക. എന്തായാലും ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം നമ്മുടെ രഞ്ജു കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റൂമിൽ വന്നിരിക്കുവാണ്. ആ സമയത്ത് ധ്യാനിൻ്റെ 12 മിസ് കോൾ വന്ന് കിടപ്പുണ്ട്. അയ്യോ ധ്യാൻ 12 മിസ് കോളോ ഒന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഫോൺ എടുത്ത് ധ്യാനിനെ വിളിക്കുക. ഈ സമയത്ത് ഫോൺ എടുത്ത് നമ്മുടെ ധ്യാൻ ദേഷ്യപ്പെടും. നീ എവിടെയായിരുന്നു രഞ്ജു, ഞാൻ എത്ര തവണ വിളിച്ചു നിന്നെയും ചോദിച്ചു. അപ്പോൾ ധ്യാൻ സോറി എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ മനുഷ്യനെ തീറ്റ് കൊന്നിട്ടാണോ നിൻ്റെ സോറി എന്ന് ചോദിച്ചപ്പം ഫോൺ സൈലൻ്റ് ആയിരുന്നു, ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു രഞ്ജു. ഇനി ഓരോരോ എക്സ്ക്യൂസ് ഒന്നും നീ പറയണ്ടെന്നും പറഞ്ഞ് ധ്യാൻ ദേഷ്യപ്പെടുക. ഇത് നിൻ്റെ സ്ഥിരം പരിപാടിയാണ്, എന്നെ ടെൻഷൻ അടിപ്പിച്ച് BP കൂട്ടാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു. നീ ഫോൺ എടുക്കാതെ വന്നപ്പോൾ ഞാൻ എന്തൊക്കെ ചിന്തിച്ച് കൂട്ടിയെന്ന് അറിയാവോ? എന്ത്, ഞാനിവിടെ ബോധം കെട്ട് കിടക്കുകയാണെന്ന് കരുതിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ധ്യാനൊന്നും പറയാൻ പറ്റില്ല. രഞ്ജു ആവശ്യമില്ലാത്ത ടോക്കൊന്നും വേണ്ട, പറഞ്ഞത് കേട്ടല്ലോ, നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ദേഷ്യമൊക്കെ തീർന്നെങ്കിൽ പറഞ്ഞോളാൻ പറഞ്ഞു. ഏറ്റവും ഇഷ്ടമുള്ളവരോടാ ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നതെന്ന് ധ്യാൻ പറയുമ്പം ഓക്കെ സമ്മതിച്ചു, കാര്യം പറഞ്ഞോളാൻ പറഞ്ഞു. എനിക്ക് നാളെ ബാംഗ്ലൂർ ഓഫീസിൽ ജോയിൻ ചെയ്യണമെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നാളെയോ എന്ന് രഞ്ജു ചോദിച്ചു. അതെന്ത് ഇത്ര പെട്ടെന്ന്, വർക്ക് ഇവിടെയാണെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പം ബാംഗ്ലൂരിൽ ഒരാഴ്ച ട്രെയിനിങ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത ഓഫീസിൽ എനിക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഒരാഴ്ച
നാളെ രാവിലെ 7:30 ഫ്ലൈറ്റിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞു നമ്മുടെ ധ്യാൻ. പോകുന്നതിന് മുമ്പ് ഇനി കാണാൻ പറ്റത്തില്ലേ എന്ന് രഞ്ജു ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു. ആ സമയം എനിക്ക് നിന്നെ കണ്ടിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഇനി എപ്പോൾ കാണാനാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു ധ്യാൻ. അയ്യോ ഇങ്ങോട്ടോ? ആ അതൊന്നും വേണ്ട, ഇതൊരു കൂട്ടുകുടുംബാ. ഷോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഗീതുവിനും ഗോവിന്ദേട്ടനും മാത്രമേ ധ്യാനിൻ്റെ കാര്യങ്ങൾ അറിയൂ, വേറെ ആര് കണ്ടാലും കുഴപ്പമാകും എന്ന് പറയുമ്പോൾ ധ്യാനൊന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോ കോളിൽ സംസാരിക്കാം, അതേ നടക്കൂ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മക്കൾ രണ്ടുപേരും കൂടെ വീഡിയോ കോളിലൊക്കെ സംസാരിക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ ഗീതു ബെഡ്റൂമൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദൻ ബെഡ്റൂമിലേക്ക് വന്നു. അപ്പോൾ ഗോവിന്ദൻ്റെ മുഖത്തൊരു ഭാവം മാറ്റവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗീതുവിൻ്റെ മുഖത്തും വിഷമമാണ്. അപ്പോൾ ഗീതു ആണെങ്കിൽ ഗോവിന്ദൻ്റെ അടുത്ത് ചെന്നിരുന്നു. ആ സമയം ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതി തല കുനിച്ചിട്ടുള്ള ആ ഒരുപാട് നിമിഷങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടെന്നും ഒരു കൗമാരക്കാരന് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ടെന്നും രാധികാമ്മയുടെ പിന്തുണയും പ്രിയമോളുടെ ചിരിയും മാത്രമായിരുന്നു എൻ്റെ മൂലധനമെന്ന് നമ്മുടെ ഗോവിന്ദൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ തൊട്ടടുത്തിരിക്കുമല്ലേ. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ കണ്ണേട്ടാ. അപ്പം നിനക്കും അറിയാത്ത പലതും ഉണ്ട് ഗീതു, ഒരുപാട് കാര്യങ്ങൾ നിനക്കറിയാത്തതായിട്ടുണ്ടെന്ന് നമ്മുടെ ഗോവിന്ദൻ അന്നേരം ഗീതുവിനോട് പറയുന്നു. വയറുനിറയെ ആഹാരവും കയറിക്കിടക്കാൻ ചോർന്നൊലിക്കാത്ത ഒരു വീടും അതുമാത്രമായിരുന്നു എൻ്റെ അന്നത്തെ ആ ഒരു സ്വപ്നം. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ പോരാട്ടം തുടങ്ങിയതെന്ന് പറഞ്ഞു ഗോവിന്ദൻ കഴിഞ്ഞു പോയ ആ കഥകളൊക്കെ നമ്മുടെ ഗീതുവിനോട് തുറന്നു പറയാം. അപ്പോൾ കണ്ണേട്ടൻ്റെ ആ ഒരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നതല്ല എന്ന് ഗീതു അന്നേരം പറഞ്ഞു. ഗോവിന്ദന് സങ്കടമായിട്ടിങ്ങനെ വിഷമിച്ചങ്ങനെ ഇരിക്കുക. ഇടയ്ക്കിടെ ഈ അനുഭവങ്ങൾ കണ്ണേട്ടൻ എന്നോട് പറയല്ലേ, ഇതൊന്നും കേൾക്കാനും താങ്ങാനും എനിക്ക് കഴിയില്ല എന്ന് ഗീതു പറയാം. അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്ക്സ് എന്ന് ഗീതുവിനോട് ഗോവിന്ദൻ പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എന്നെ കേൾക്കാൻ തയ്യാറായതിനാണെന്ന് പറയാം, കൈ രണ്ടും ചേർത്ത് പിടിച്ചിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധികാമ്മ എനിക്ക് വെറും ആരും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിൻ്റെ ഭാഗമാണോ, അതോ ഞാൻ സംശയിച്ചതുപോലെ കണ്ണേട്ടൻ്റെ മനസ്സിലും എന്നോടുള്ള പ്രണയം ഒളിച്ചു വെച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ ഗീതു ഇങ്ങനെ ചിന്തിക്കുക. അത് പറയാനാണോ ഇത്രയും ആമുഖം എന്നൊക്കെ ഗീതു ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗീതു ഗോവിന്ദൻ്റെ ചേർത്ത് പിടിച്ചടുത്ത് ചെന്നങ്ങ് നിന്നു. ആ സമയത്ത് കണ്ണേട്ട എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോൾ കണ്ണൻ നിന്ന് ഭയങ്കര കരച്ചിൽ. എന്താ കണ്ണേട്ട ഇത്, കണ്ണേട്ടൻ എന്തിനാ കരയണേ എന്നൊക്കെ ചോദിച്ചു ഗീതു ഇങ്ങനെ കണ്ണൻ്റെ കണ്ണുനീരൊക്കെ തുടച്ച് കണ്ണനെ ആശ്വസിപ്പിക്കുക. അപ്പോൾ രാധികാമ്മ എന്നും പറഞ്ഞിങ്ങനെ പറയുന്നു. അപ്പോൾ സ്വന്തം അമ്മയെ വിട്ടു പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഈ വീട് വെച്ചതിന് ശേഷം ആ റൂമിലല്ലാതെ രാധികാമ്മ വേറെ എവിടെയും ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ കരയുന്നത് കേട്ടപ്പോൾ ഗീതുവിൻ്റെ പിടി വിട്ടു. ഗീതു ഉള്ളതിൽ കൂടെ വലിച്ചെറിഞ്ഞ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ഗീതു ഇതെന്തീ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ യക്ഷിയെപ്പോലെ ഇങ്ങനെ വരിക. ആ സമയം ഞാൻ രാധികാമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിനക്ക് നിൻ്റെ അമ്മ ഓർമ്മ വന്നല്ലേ, നീ ഇങ്ങനെ ഇമോഷണൽ ആവാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് കുറേ ദിവസങ്ങളായി, ഇതുവരെ എനിക്കതിന് അവസരം കിട്ടില്ല. അമ്മയുടെ അസുഖം മാറിയിട്ട് പറയാമെന്ന് കരുതി മാറ്റി വെച്ചതാണെന്ന് നമ്മുടെ ഗീതു. പക്ഷേ ഈ സ്വഭാവം തുടരാനാണ് ഭാവമെങ്കിൽ ഒരു കാലത്ത് ഞാനത് പറയില്ല, മാറങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ തള്ളിയിട്ടിട്ട് ഗീതു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്തായിരിക്കും എന്നോട് പറയാനുള്ളത്? ഈശ്വര, ഇനി അവളുടെ ഉള്ളിൽ എന്നോട് പ്രണയം ഉണ്ടെങ്കിൽ ഇനി അവളത് പറയാതിരിക്കുമോ എന്നൊക്കെ ഗോവിന്ദൻ അങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് തുള്ളിച്ചാടി ഗീതു പുറത്ത് പോയി. നീ മനുഷ്യൻ ഒരു കാലത്ത് നന്നാവില്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഗോവിന്ദൻ നേരെ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗോവിന്ദൻ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ, അല്ല നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ, ഞാൻ അതിന് വേണ്ടി കാത്തിരിക്കുമെന്ന് പറയാവോ എന്ന് ഗോവിന്ദൻ ഗീതുവിനോട് ചോദിച്ചു കേട്ടോ. ഗീതു ആണെങ്കിലോ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പറയാനുള്ളത് എന്നോട് എന്തായാലും അത് തുറന്ന് പറയണം, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതെ, ഞാൻ ഈ പഴയ കഥകൾ പറഞ്ഞ് ഇമോഷണൽ ആകുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നൊക്കെ എനിക്കറിയാം. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ പഴയ മുഖങ്ങളോ അല്ലെങ്കിൽ പഴയ കഥകളോ പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പം സത്യമാണോ കുഞ്ഞേ എന്ന് ഗീതി ചോദിച്ചു. സത്യം, നിന്നാണേ സത്യം എന്നും പറഞ്ഞ് തലയെ തൊടാൻ തുടങ്ങുമ്പോൾ വേണ്ട അത് വേണ്ട, തലയെ തൊട്ടുള്ള സത്യമൊന്നും വേണ്ട കേട്ടോ. അച്ഛൻ ഈ തൊട്ടതിനൊക്കെ കള്ളസത്യം ചെയ്തിട്ടാ അമ്മയ്ക്ക് അസുഖം വന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു പറഞ്ഞു. അപ്പം നിൻ്റെ തലയിൽ തൊട്ട് ഞാൻ ഒരിക്കലും അസത്യം പറയില്ല ഗീതു എന്ന് ഗോവിന്ദൻ ഗീതുവിനോട് പറയുന്നു. അത് കേട്ടപ്പോൾ ഗീതുവിന് ഒരു സന്തോഷം. ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ, നന്നായി കിടന്നു ഉറങ്ങും, ഞാൻ ബെഡ് വിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ അവിടെ നിന്ന് പോയി. എന്നോട് പറയണം കേട്ടോ
എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗോവിന്ദൻ അങ്ങ് പോണത്. ആ സമയത്ത് കണ്ണേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ ഞാനാ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ മനസ്സിൽ പറയണം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ നന്നായി ബെഡൊക്കെ വിരിച്ചു, നല്ല സെറ്റാക്കി എല്ലാം റെഡിയാക്കുന്നു. അങ്ങനെ ഈ സമയത്ത് ഗോവിന്ദന് ഭയങ്കര തൃപ്തിയായി ബെഡ് വിരിച്ചേക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് വിരിക്കുമ്പോൾ അപ്പുറ സൈഡ് പോകും, ഇപ്പുറ സൈഡ് വിരിക്കുമ്പോൾ അപ്പുറ സൈഡ് പോകും. ഇത് കണ്ടുകൊണ്ട് ഗീതു ഇങ്ങനെ കയറി വരുന്നു. ഗീതുവിന് ചിരി വന്നു. പിന്നെ നമ്മുടെ ഗീത അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ വിരിച്ചു കഴിഞ്ഞപ്പോൾ ശരിയായില്ല, ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ എന്നിട്ട് പില്ലോയൊക്കെ എടുത്തു വെച്ചു. അപ്പം അതെ, ഇങ്ങനെ വിരിച്ചാലേ ഇന്ന് രാത്രി മുഴുവൻ കണ്ണേട്ടന് അപ്പുറവും ഇപ്പുറവും നിന്ന് ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടേ ഇരിക്കും. ഇതൊക്കെ എന്നും വിരിക്കുന്ന പെണ്ണുങ്ങളെ സമ്മതിക്കണം, വല്ലാത്തൊരു കഴിവ് തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇങ്ങനെ പറയുമ്പോൾ, അതെ ഇത് വലിയ കഴിവൊന്നുമല്ല, കുറച്ച് ക്ഷമയുള്ളവർക്ക് ഈ പണിയൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു. എന്തായാലും റൂമിലുള്ള ആൾക്ക് നന്നായി ക്ഷമയുള്ളത് കൊണ്ടാണല്ലോ ഇവിടെ ഇരിക്കുന്ന എല്ലാം കൂടി എടുത്ത് വലിച്ചെറിഞ്ഞൊക്കെ കളഞ്ഞിട്ട് പോയതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിച്ചോട്ട് നിൽക്കുക നമ്മുടെ ഗീതു. അങ്ങനെ ഒരു സ്ഥലത്ത് ഇന്നത്തെ കഥയും തീർന്നു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.